വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലൻ 4 മണി പലഹാരവുമായിട്ടാണ്. നമ്മുടെ ചായക്കടയിലൊക്കെ ചില്ലുകൂട്ടിലിരിക്കുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നേന്ത്രപ്പഴത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് 2 കപ്പ് പച്ചരി 4 മണിക്കൂറോളം വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ അരിച്ചു വെച്ചിരിക്കുകയാണ്. പച്ചരി നല്ലതായിട്ട് കുതിരണം. അടുത്തതായിട്ട് നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഒരു ഉണ്ട ശർക്കരയുടെ 1/4 ഭാഗത്തോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ശർക്കര നമ്മുടെ 2 കപ്പ് പച്ചരിക്ക് കറക്റ്റ് മധുരമായിരുന്നു. ഉണ്ട ശർക്കര അതുപോലെ തന്നെ ഇടാതെ ഞാൻ ഇതുപോലെ ചീകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഇതിലേക്ക് ഒരു 6 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോകും. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് 2 ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അത് ഞാനൊരു കുക്കറിലേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ടാണ് പോകുന്നത്. ഒരു വിസിലൊന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇഡലിത്തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ശർക്കരപ്പാനി അരിച്ചു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പഴം പുഴുങ്ങിയിട്ട് അതിൻ്റെ നടുക്കിലത്തുള്ള നാര് പോലെയുള്ള ഭാഗം കൂടെ നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. ഇതിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നതും. അതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് പഴം പുഴുങ്ങിയതിട്ട് കൊടുക്കുക. എന്നിട്ട് ശർക്കര പാനിയുടെ പകുതി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ശർക്കര പാനിയുടെ പകുതിയെ ഒഴിച്ചു കൊടുക്കാവൂ. എന്നിട്ട് നമുക്ക് ഇത് അരച്ചതിന് ശേഷം അരിയോടൊപ്പം നമ്മൾ ബാക്കി ശർക്കര പാനി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇപ്പം പഴം അരച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഒറ്റ തവണയായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ 2ആയിട്ട് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക. ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ച് നോക്കുക. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാനൊന്ന് അരച്ചെടുത്തപ്പോഴത്തേക്ക് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശർക്കര പാനിയിലെ പാത്രത്തിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പം മിച്ചം ഇരിക്കുന്ന ശർക്കര കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇഡലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസും ദോശയുടെ ഒരു പരുവത്തിനെക്കാട്ടിലും കുറച്ച് ടൈറ്റുമായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പം നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പം ഞാൻ ഇതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ ഒഴുകി കിട്ടണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മാവ് അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. നമ്മൾ ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ നെയ്യപ്പത്തിന് അരയ്ക്കാനായിട്ട്. അങ്ങനെ അരച്ചു വെച്ചിരിക്കുന്ന മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 2 നുള്ള് ജീരകം, സാധാ ജീരകപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പം നിങ്ങൾക്ക് ഓപ്ഷണലാണിത്. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുവാണെങ്കിൽ കുറച്ച് നല്ലതാണ്, സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം. 4 മണിക്കൂറിന് ശേഷം നെയ്യപ്പം ചുട്ടെടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നെയ്യപ്പം ചൂടാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മാവ് കുറച്ചും കൂടി ഒന്ന്, നമ്മൾ കലക്കി വെച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് തിക്കായതായിട്ട് നമുക്ക് കാണാം. ഇതിലേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പഴയ കൺസിസ്റ്റൻസി തന്നെ നമുക്കതിന് തിരിച്ചു കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്ക് നെയ്യപ്പം കഴിക്കുന്നതിനോടൊപ്പം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ തേങ്ങാക്കൊത്തും നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി ചുട്ടെടുക്കാനായിട്ടാണ് പോകുന്നത്.
നെയ്യപ്പം എപ്പോൾ ചുടുമ്പോഴും നമ്മളൊരു കുഴിയുള്ള പാത്രത്തിൽ വേണം ചുട്ടെടുക്കാനായിട്ട്. ഇനി എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകാനായിട്ട് വയ്ക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തീ ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഒരു തവി മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുമ്പം തന്നെ പരക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒന്ന് ഒഴിച്ചതിന് ശേഷം എണ്ണ കോരി മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടിട്ടാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്, നെയ്യപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യപ്പം ചുടുമ്പോഴത്തേക്ക് മീഡിയത്തിലിടണം, അല്ലെങ്കിൽ പുറം കരിഞ്ഞു പോയിട്ട് ഉൾവശം ഒട്ടും വേകാണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീ മീഡിയത്തിലാക്കിയിട്ടതിന് ശേഷം നമ്മളിതുപോലെ എണ്ണ കോരി ഒഴിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കുക. അങ്ങനെ നെയ്യപ്പം നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. കാണുമ്പോൾ തന്നെ നല്ല സൈഡെല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ട് നമ്മുടെ ഉൾവശം, അതിൻ്റെ ആ ഒരു നടുവശം നല്ല വേർത്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ എണ്ണ തോരാനായിട്ട് വെച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പമായിരുന്നു. അങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഉൾവശം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ്, ഇത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.